ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ദ ഹാർട്ട് ഓഫ് എ വുമൺ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് 4ാമത്തെ യൂണിറ്റ് ആയ ഫോർ ഹാഫ് ദ സ്കൈ എന്നതിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ ഫുൾ ആക്ടിവിറ്റീസും ആണ് ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, യു മൈറ്റ് ഹാവ് സീൻ വിമൻ ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്. സ്ത്രീകള് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നത്, ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഹിയർ ഈസ് എ പോം അബൌട്ട് എ വുമൺ ഹു ഡ്രീംസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഹെർ ലൈഫ് ത്രൂ റെസ്ലിംഗ് ആൻഡ് സ്ട്രഗിൾ. ഇവിടെ ഒരു സ്ത്രീ പോരാട്ടങ്ങളിലൂടെയും അതുപോലെ പ്രതിരോധത്തിലൂടെയും തന്റെ ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ദ ഹാർട്ട് ഓഫ് എ വുമൺ. എന്താണ് ദ ഹാർട്ട് ഓഫ് എ വുമൺ? ഒരു സ്ത്രീയുടെ ഹൃദയം. എഴുതിയത് ജോർജിയ ഡഗ്ലസ് ജോൺസൺ ആണ്. ദ ഹാർട്ട് ഓഫ് എ വുമൺ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. Afar over life's turrets and veils does it roam. In the wake of those echoes the heart calls home. The heart of a woman falls back with the night and enters some alien cage in its plight, and tries to forget it has dreamed of the stars, while it breaks on the sheltering bars. എന്താ പറഞ്ഞിട്ടില്ല മക്കളെ പോയത്തില്? നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. ദ ഹാർട്ട് ഓഫ് എ വുമൺ ഗോസ് ഫോർത്ത് വൈൽ ദ ഡോൺ. ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു. ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം. പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു. ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. മൃദുവായി ചിറകടിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഒറ്റപ്പെട്ട പക്ഷിയെ പോലെ, ഒരു ലോൺ ബേർഡിനെ പോലെയാണ്. അഫാർ ഓവർ ലൈഫ്സ് ടററ്റ്സ് ആൻഡ് വെയിൽസ് ഡസ് ഇറ്റ് റോം. ജീവിതത്തിന്റെ ദൂരെയുള്ള ഗോപുരങ്ങളിലും താഴ്വരകളിലും അത് അലഞ്ഞു നടക്കുന്നു. അതായത് ഒറ്റയ്ക്ക് ചിറകടിച്ചുകൊണ്ട് പറന്നു പോകുന്ന, എങ്ങോട്ടേക്ക്? ഒറ്റപ്പെട്ട താഴ്വരകളിലേക്കും ഗോപുരങ്ങളിലേക്കും ഒക്കെ പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ എന്താ പറയാ, പക്ഷിയെ പോലെ എന്താണ് ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു. ഇൻ ദ വേക്ക് ഓഫ് ദോസ് എക്കോസ് ദ ഹാർട്ട് കോൾസ് ഹോം. ആ പ്രതിധ്വനികളുടെ പിൻബലത്തിൽ, ആ എക്കോകളുടെ, പക്ഷിയുടെ ചിറകടിയുടെ പ്രതിധ്വനിയുടെ പിൻബലത്തിൽ ഹൃദയം വീട്ടിലേക്ക് വിളിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഈ സ്ത്രീക്ക് ഒരു വീട്ടിലാണ്, വീട്ടിലുള്ള മേ ബി ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ സ്വപ്നങ്ങളൊക്കെ ഒറ്റപ്പെട്ട ഒരു പക്ഷിയെ പോലെ ഇങ്ങനെ പറന്നു പോവുകയാണ് ഈ ഗോപുരങ്ങളിലേക്കും, ഒറ്റപ്പെട്ട ഗോപുരങ്ങളിലേക്കും താഴ്വരകളിലേക്കും ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സ്വപ്നങ്ങൾ എത്തിച്ചേരുന്ന, സ്വപ്നങ്ങൾ ചെന്ന് ചേരുന്ന ഓരോരോ സ്ഥലങ്ങളായിരിക്കാം. മേ ബി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ജോലി ചെയ്യണം, പഠിക്കണം, അങ്ങനെ തുടർന്ന് പഠിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ചിറകടിച്ച് പറന്നു പോകുന്ന ആ സമയത്ത് അവരുടെ ഹൃദയം തിരികെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്താണ്? വീട്ടിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരിക്കും, ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും, മക്കളെ നോക്കാനുണ്ടായിരിക്കും, ഭർത്താവിനെ നോക്കാനുണ്ടായിരിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് അവരെ തിരികെ വിളിക്കുകയാണ് എന്നാണ് പറയുന്നത്, എന്നാണ് ഈ ഒരു സ്റ്റാൻസ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കൂ. ദ ഹാർട്ട് ഓഫ് എ വുമൺ ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്. ഒരു സ്ത്രീയുടെ ഹൃദയം, അവരുടെ ഹാർട്ട് രാത്രിയോടൊപ്പം പിന്നോട്ട് പോകുന്നു. ആൻഡ് എൻ്റർ സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്. അതിൻ്റെ ആ ദുരവസ്ഥയില് ഏതോ ഒരു ഏലിയൻ, അതായത് അന്യഗ്രഹത്തിന്റെ ഒരു കേജിലേക്ക്, കൂട്ടിലേക്ക് അത് നേരെ പ്രവേശിക്കുന്നു. ആ ലൈൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? രാത്രിയാവുന്ന സമയത്ത് അവരുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ മനസ്സ്, അവരുടെ തോന്നലുകളുടെ, അവരുടെ സ്വപ്നങ്ങളൊക്കെ പിറകോട്ട് പോവുകയാണ്. അവരുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും പിറകോട്ട് പോവുകയാണ്. എന്നിട്ട് അത് ഏതോ ഒരു അന്യഗ്രഹത്തിലുള്ള ഒരു കൂട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് തനിക്ക് അറിയുകയോ, തനിക്ക് എന്താ പറയുക, അന്യഗ്രഹത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ഉള്ളതിനെ കുറിച്ചോ നമുക്കറിയോ? ഇല്ല അല്ലേ. അപ്പൊ അതൊരു ദുരവസ്ഥയായിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആൻഡ് ട്രൈസ് ടു ഫോർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്. എന്നിട്ട് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് എന്താവുന്നു? സ്റ്റാർസിനെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടത് മറക്കാൻ ശ്രമിക്കുകയാണ് ഈ സ്ത്രീ. അതായത് തൻ്റെ സ്വപ്നങ്ങളൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. While it breaks on the sheltering bars.
അത് തൻ്റെ അഭയകേന്ദ്രമായിട്ടുള്ള ഈ ഷെൽട്ടറിംഗ് ബാർസ്, അഭയകേന്ദ്രമായിട്ടുള്ള കമ്പികളെ തകർക്കുന്നു, വീണ്ടും അത് തകർന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്താ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സ്ത്രീയാണ്. അവളുടെ വീട്ടില് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ജീവിതത്തിൽ നിന്ന് അവളുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാവുന്നു. സ്വപ്നങ്ങൾ കാണാൻ അവൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം തൻ്റെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു. എങ്ങനെയാണ്? ഒറ്റപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അന്യഗ്രഹത്തിലെത്തുന്നു. ഒരു അന്യഗ്രഹത്തിലെ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതുപോലെയാണ് തൻ്റെ ജീവിതം എന്നാണ് ഈ ഭാഗത്തിലൂടെ പറയുന്നത്. ഒരു പക്ഷിയെ സംബന്ധിച്ച് അതിനെ കൂട്ടിലടയ്ക്കുമ്പോൾ അതിന് സ്വാതന്ത്ര്യം ഉണ്ടോ? അതിന് ഫ്രീഡം ഉണ്ടോ? അതിന് ഇല്ല അല്ലേ? അതുപോലെ അതിന് പറക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് നിറവേറ്റാൻ സാധിക്കുന്നില്ല അല്ലേ? അതുപോലെ തന്നെയാണ് വീട്ടിലടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അടുക്കളയിൽ മാത്രം തളയ്ക്കപ്പെട്ട സ്ത്രീയുടെ അവസ്ഥയും. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അവൾക്ക് ആ കൂട് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. Answer the following questions. Question 1. How does the heart of a woman fly at the beginning of the poem? പോയത്തിന്റെ തുടക്കത്തിൽ ഈ സ്ത്രീയുടെ ഹൃദയം എങ്ങനെയാണ് പറക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. At the start of the poem, the heart of a woman is compared to a lone bird flying softly at dawn. It moves restlessly across life's towers and valleys, searching for echoes of home. തുടക്കത്തിൽ ഒറ്റയായ ഒരു പക്ഷിയുടെ, ഒരു ലോൺ ബേർഡിനെ പോലെയാണ് അവളുടെ ഹൃദയം പറക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രഭാതത്തിൽ ഒരു പക്ഷിയുടെ ഹൃദയം പോലെ, ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകയായ പക്ഷിയെ പോലെയാണ് സ്ത്രീയുടെ ഹൃദയവും എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് എന്താണ്? ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട താഴ്വരകളിലും ടവറുകളിലും ഗോപുരങ്ങളിലും എന്ത് ചെയ്യുന്നു? പറന്നു നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Question 2. What is the heart of a woman compared to? ഒരു സ്ത്രീയുടെ ഹൃദയം എന്തിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? The heart of a woman is compared to a lone bird. ഒറ്റയ്ക്കാക്കപ്പെട്ട അല്ലെങ്കിൽ തനിച്ചുള്ള ഒരു പക്ഷിയോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Question 3. Where does the heart roam? When does it fall back? ഈ സ്ത്രീയുടെ ഹൃദയം എവിടെയാണ് കറങ്ങുന്നത്, അതുപോലെ എപ്പോഴാണ് അത് തിരിച്ചു വരുന്നത്? The heart roams afar over life's turrets and vales, searching restlessly for echoes of home. സ്ത്രീയുടെ ഹൃദയം ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലൈഫിന്റെ താഴ്വരകളിലും അതുപോലെ ടവറുകളിലും ഗോപുരങ്ങളിലും ഒക്കെയാണ് കറങ്ങി നടക്കുന്നത്. എപ്പോഴാണ് തിരികെ വരുന്നത്? അത് falls back with the night. രാത്രിയിലാണ് അത് തിരികെ വരുന്നത്. റിട്ടേണിംഗ് ടു an alien cage where dreams of freedom fade. എന്നിട്ട് അത് എങ്ങോട്ടാണ് വരുന്നത്? ഒരു ഏലിയൻ കേജിലേക്ക്, അന്യഗ്രഹത്തിലുള്ള ഒരു കൂട്ടിലേക്കാണ് വരുന്നത്. അവിടെ എന്താണ്? സ്വപ്നങ്ങളൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടുണ്ട്. ആ കൂട്ടിലേക്കാണ് സ്ത്രീയുടെ ഹൃദയം വന്നു ചേരുന്നത്. Question 4. Where does the heart enter in its plight? ഹൃദയം അതിൻ്റെ ദുരവസ്ഥയിൽ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്, എങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നത്? In its plight, the heart of a woman enters an alien cage. അതൊരു ഏലിയൻ കേജിലേക്കാണ്, അന്യഗ്രഹത്തിലുള്ള കൂട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. This image shows how after dreaming freely like a bird at dawn, the heart is forced back into confinement at night, symbolizing restrictions and sorrow. ഇത് എന്തിനാണ് ഈ ഇമേജ് റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതൊരു ഇമേജാണ്, ഇതൊരു ബിംബമാണല്ലേ, ഒരു എന്താ പറയുക, പോയറ്റിക് ആയിട്ടുള്ള ഒരു തീമാണ് എഴുതിയിരിക്കുന്നത്, ലൈനാണ് എഴുതിയിരിക്കുന്നത്. ഇത് എന്താ കാണിക്കുന്നത്? പകല് സ്വപ്നങ്ങളുടെ, തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തൻ്റെ സ്വപ്നങ്ങളുടെയും ഒക്കെ ആ ലോകത്ത് നിന്ന്, ആ ഡ്രീമിൽ നിന്ന് വീണ്ടും ഒരു തടവറയിലേക്കാണ് രാത്രി വരുന്നത്. അവിടെ അവൾക്ക് എന്താണുള്ളത്? ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് പരിധികളും അതുപോലെ സോറോസാണുള്ളത്, ദുഃഖങ്ങളുമാണുള്ളത്. അപ്പോൾ ആ ഒരു സിംബോളൈസേഷനാണ് ഇവിടെ ഏലിയൻ കേജിലേക്ക് കയറി വരുന്ന ലോൺ ബേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 5. What does the heart try to forget when it is in a cage? ഹൃദയം ഒരു കൂട്ടിലായിരിക്കുന്ന ആ സമയത്ത് അതെന്താണ് മറക്കാനായിട്ട് ശ്രമിക്കുന്നത്? The heart tries to forget that it has dreamed of the stars. This means it tries to push away its hopes and dreams of freedom while trapped in the cage. ഹൃദയം കൂട്ടിലായിരിക്കുന്ന സമയത്ത് അത് നക്ഷത്രങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടതാണ്,
എന്താണ് അത് ഫൊഗേറ്റ് ചെയ്യുന്നത്, മറക്കുന്നത്. താൻ നക്ഷത്രങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടതാണ് മറക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് പറക്കുന്നതാണല്ലേ ഫ്രീഡം. അപ്പോൾ നക്ഷത്രങ്ങളെ കാണുക എന്ന് പറയുന്നത് ആകാശത്തേക്ക് പറന്നുയരുന്നതാണ് ആ പക്ഷി മറക്കുന്നത്. ഈ പക്ഷി എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീയുടെ ഹൃദയമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീ തൻ്റെ സ്വപ്നങ്ങളെയും തൻ്റെ സ്വാതന്ത്ര്യത്തെയും തൻ്റെ ഫ്രീഡത്തെയും ഒക്കെയാണ് മറക്കുന്നത്. ആ സ്വപ്നങ്ങളും ആ സ്വാതന്ത്ര്യമൊക്കെ കൂട്ടിലടക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. Question 6. In the last line, the poet uses the word break 3 times. Why? ഈ പോയത്തിന്റെ ലാസ്റ്റ് ലൈനിൽ ബ്രേക്ക് എന്നുള്ള വേർഡ് പോയറ്റ് 3 തവണ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്സ് ദ ഷെൽട്ടറിംഗ് കേജ് എന്നാലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. The poet repeats the words break 3 times in the last line to show the deep pain and struggle of the heart. ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ വളരെ ആഴത്തിലുള്ള സ്ട്രഗിളിങ്ങും പോരാട്ടങ്ങളും അതുപോലെ അവളുടെ വേദനയും എടുത്തു കാണിക്കാനാണ്, അല്ലെങ്കിൽ അതിന് അത്രയേറെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് 3 തവണ ബ്രേക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. Question 7. What do the sheltering bars in the poem means? ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള ഷെൽട്ടറിംഗ് ബാർസ്, അഭയകേന്ദ്രങ്ങളുടെ കമ്പികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? The sheltering bars in the poem mean the limits or restrictions that keep the heart trapped like the bars of a cage. They symbolize the rules, duties or situations that stop the heart from being free, even though they seem to offer protection. നമ്മൾ പറഞ്ഞു പക്ഷികളെ കൂട്ടിലടയ്ക്കുക എന്നത് എന്താണ്? നമ്മൾ വിചാരിക്കും ഒരു തത്തയെയോ കുരുവിയെയോ ഒക്കെ കൂട്ടിലടയ്ക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ് നമ്മളെന്ന് വിചാരിക്കുക അല്ലേ. പക്ഷെ നമ്മൾ ശരിക്കും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, മറിച്ച് അതിൻ്റെ ഫ്രീഡം ഇല്ലാതാക്കുകയാണ്, അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഷെൽട്ടറിംഗ് കേജ് ഒരിക്കലും ഈ സ്ത്രീക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടല്ല വരുന്നത്, മറിച്ച് അവളുടെ സ്വപ്നങ്ങളെയും അവളുടെ ഫ്രീഡത്തെയൊക്കെ ഇല്ലാതാക്കുന്ന തടവറ കമ്പികളായിട്ടാണ് മാറുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. 1. Look at the lines taken from the poem. പോയത്തിൽ നിന്നുള്ള 4 ലൈൻസ് ഇവിടെ ഉണ്ട്. നോക്കൂ. The heart of a woman goes forth with the dawn as a lone bird soft winging so restlessly on. Afar over life's turrets and vales does it roam. In the wake of those echoes the heart calls home. The last words of each line are dawn, on, roam and home. Here dawn rhymes with on and roam rhymes with home. നോക്കൂ മക്കളെ, ഫസ്റ്റുള്ള 2 ലൈൻസിലെ വേർഡ്സ് എൻഡ് ചെയ്യുന്ന വേർഡ്സ് എന്താണ്? ഫസ്റ്റ് ലൈന് ഡോൺ, ഓൺ. അതുപോലെ പിന്നീടുള്ള 3rd ലൈനും 4th ലൈനും എൻഡ് ചെയ്യുന്ന വേർഡ്സ് റോം, ഹോം അല്ലെ. ഇതെല്ലാം രണ്ടും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് ഡോൺ, ഓൺ രണ്ടും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. റോം, ഹോം രണ്ടും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുക. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Now revisit the second stanza and find out the rhyming pairs. ഇനി ഇതുപോലെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നൈറ്റ്, ഫ്ലൈറ്റ്, സ്റ്റാർസ്, ബാർസ് ഇത് രണ്ടുമാണ് സെക്കൻഡ് സ്റ്റാൻസയിലുള്ള റൈമിംഗ് വേർഡ്സ്. Second question. Read the following lines from the poem. The heart of a woman goes forth with the dawn as a lone bird soft winging so restlessly on. അത് പോയത്തിലുള്ള 2 ലൈൻസ് ആണ്. നമ്മളുടെ ഒരു ഏകയായ പക്ഷിയെ പോലെ ഈ സ്ത്രീയുടെ ഹൃദയം പുലർച്ചെ തന്നെ ഉണരുന്നു, അല്ലെങ്കിൽ പുലർച്ചെ തന്നെ പോകുന്നു. എന്നിട്ട് ചിറകടികളോടെ, ഏകയായ പക്ഷിയുടെ ചിറകടികളോടെ സോ റെസ്റ്റ്ലെസ്ലി അശാന്തമായിക്കൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Here the heart of a woman is compared to a lone bird. Such a comparison is called simile. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ ഹൃദയത്തെ അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ ഒരു ഏകയായ പക്ഷിയോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പാരിസനെ നമ്മൾ സിമിലി എന്നാണ് പറയുക. എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദറ്റ് കമ്പയർസ് 2 different things using like or as. അപ്പോൾ സിമിലി എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത് പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത 2 വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അല്ലെങ്കിൽ ആസ്, അതായത് ഹാർട്ട് ഓഫ് വുമൺ ഈസ് ലൈക്ക് എ ലോൺ ബേർഡ് അല്ലേ ഇവിടെ, അല്ലെങ്കിൽ ആസ് എ ലോൺ ബേർഡ് ഒരു ഏകയായ പക്ഷിയെ പോലെയാണ് എന്നുള്ള രീതിക്ക്. സോ ഇതിനെയാണ് നമ്മൾ സിമിലെ എന്ന് പറയുക.
ഇനി ഇതിലെ എ ക്വസ്റ്റ്യൻ നോക്കൂ. നൗ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഫൈൻഡ് ദ പെയർസ് ഓഫ് വേർഡ്സ് വിച്ച് ആർ കമ്പയർഡ് ടു ഈച്ച് അതർ. ഇനി നമുക്ക് താഴെ കുറച്ച് ലൈൻസ് വന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും എന്താ പറയുക, എന്തിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് പോകാൻ നോക്കാം. ദ മൂൺ ഷൈൻസ് ബ്രൈറ്റ് ആസ് ക്ലിയർ ആസ് ഗ്ലാസ്. ഒരു ഗ്ലാസിനെ പോലെ നല്ല തിളക്കത്തിൽ മൂൺ ഷൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ദ മൂൺ ഈസ് കമ്പയർഡ് ടു ഗ്ലാസ് അല്ലേ. സെക്കൻഡ്, ലൈക്ക് എ സിൽവർ ലാൻറ്റേൺ ലൈറ്റിംഗ് അപ്പ് ദ പാസ്. ദ സ്റ്റാർസ് ട്വിങ്കിൾ ലാസ്റ്റ് ആസ് ഡയമണ്ട്സ് ഇൻ ദ സീ. ആസ് ബിസി ആസ് ബീസ് ഫ്ലട്ടറിംഗ് വൈൽഡ് ആൻഡ് ഫ്രീ. ഇവിടെ ആദ്യം വരുന്ന കമ്പാരിസൺ ദ മൂൺ ഈസ് കമ്പയർഡ് ടു ഗ്ലാസ്. ബാക്കി ഏതൊക്കെയാണ്? സെക്കൻഡ് ലൈൻ നോക്കൂ. ദ മൂൺ ഈസ് കമ്പയർഡ് ടു എ സിൽവർ ലാൻറ്റേൺ അല്ലേ. ഒരു വെള്ളി കൊണ്ടുണ്ടാക്കിയ വിളക്ക് പോലെയാണ് മൂണിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ സ്റ്റാർസ് ആർ കമ്പയർഡ് ടു ഡയമണ്ട്സ്. അതുപോലെ നക്ഷത്രങ്ങളെ ഡയമണ്ടിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ദ സ്റ്റാർസ് ആർ കമ്പയർഡ് ടു ബിസി ബീസ്. അതുപോലെ തന്നെ വളരെ തിരക്ക് പിടിച്ചോടുന്ന തേനീച്ചക്കൂട്ടങ്ങളോടും സ്റ്റാർസിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. താഴെ നമുക്ക് ഇതുപോലെ ഒരു 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ഐ ആം ആസ് ബ്രേവ് ആസ്. ഞാൻ എന്തുപോലെ ധൈര്യശാലിയാണ്. ഐ ആം ആസ് ബ്രേവ് ആസ് എ ലയൺ എന്ന് നമുക്ക് പറയാം. 2, ഐ റൺ ലൈക്ക്. ഞാൻ എന്തുപോലെ ഓടുന്നു. ഐ റൺ ലൈക്ക് എ ഡീർ അല്ലെങ്കിൽ ഐ റൺ ലൈക്ക് എ ചീറ്റ. ഹി സ്ക്രോൾസ് ലൈക്ക്. അവൻ എങ്ങനെയാണ് ക്രോൾ ചെയ്യുന്നത്? ഹി ക്രോൾസ് ലൈക്ക് എ ബേബി. ഷീ ഈസ് ആസ് സ്ട്രോങ് ആസ്. അവൾ എന്തുപോലെ സ്ട്രോങ് ആണ്? ഷീ ഈസ് ആസ് സ്ട്രോങ് ആസ് എൻ ഓക്സ്. അങ്ങനെ നമുക്ക് പറയാം. Activity 3. The 2 stanzas in the poem have 2 different moods. The first stanza is hopeful and dreamy, and the other stanza is dejected and sorrowful. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ പഠിച്ച 2 സ്റ്റാൻസാസ് ആയിരുന്നു, 2 പാരഗ്രാഫ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും 2 ടൈപ്പ് ഓഫ് മൂഡ്സിനെയാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ ഒരു സ്ത്രീയുടെ ഒരു ഹോപ്പിനെ അല്ലെങ്കിൽ ഡ്രീമിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസ കംപ്ലീറ്റ്ലി ഒരു സോറോഫുൾ ആയിട്ടുള്ള ദുഃഖത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ് us pick out the words suitable for each from the brackets and write them in the appropriate columns. എന്ന് നമുക്ക് താഴെ 2 കോളംസ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ളത് ആദ്യത്തെ കോളത്തിൽ, സെക്കൻഡ് സ്റ്റാൻസയിലുള്ളത് രണ്ടാമത്തെ കോളത്തിൽ, അങ്ങനെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. നോക്കൂ. ഡോൺ ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, ഗോസ് ഫോർത്ത് സോ ഫിംഗിങ്, ഏലിയൻ കേജ്, കോൾസ് ഹോം, ഫോൾസ് ബാക്ക്, റെസ്റ്റ്ലെസ്ലി ഓൺ, ഫ്ലൈറ്റ്, റോം, ബ്രേക്സ്, ഷെൽട്ടറിംഗ് ബാർസ്. ഇത്രയും വേർഡ്സാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹോപ്പ്ഫുൾ ആൻഡ് ഡ്രീമി ആണ്. അതായത് സ്റ്റാൻസ 1 പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഡോൺ, ഗോസ് ഫോർത്ത്, സോ ഫിംഗിങ്, റെസ്റ്റ്ലെസ്ലി ഓൺ, ഫോൾസ് ഹോം, റോം. നെക്സ്റ്റ് ഡിജക്റ്റഡ് ആൻഡ് സോറോഫുൾ. ദാറ്റ് മീൻസ് ഇൻ സെക്കൻഡ് സ്റ്റാൻസ ഏലിയൻ കേജ്, ഫോൾസ് ബാക്ക്, ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, ഫ്ലൈറ്റ്, ബ്രേക്സ്, ഷെൽട്ടറിംഗ് ബാർസ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ലെറ്റ് us revisit the poem and complete the poetry treasure map. നമുക്ക് പോയട്രി ട്രഷർ മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് അതിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങൾ നമ്മൾ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ്, ദ ടൈറ്റിൽ ഓഫ് പോയം. പോയത്തിന്റെ ടൈറ്റിൽ എന്താണ്? ദ ഹാർട്ട് ഓഫ് എ വുമൺ. നെയിം ഓഫ് ദ പോയറ്റ്. പോയറ്റിന്റെ പേര് ജോർജിയ ഡഗ്ലസ് ജോൺസൺ. റൈറ്റ് സം വേർഡ്സ് ആൻഡ് ഫ്രേസസ് യു ലൈക്ഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വേർഡ്സും ഫ്രേസസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോഫ്റ്റ് വിങ്ങിങ്, ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, ഏലിയൻ കേജ്, ബ്രേക്സ് ബ്രേക്സ് ബ്രേക്സ്. ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത്. റൈറ്റ് യുവർ ഫേവറേറ്റ് ലൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വൈൽ ഇറ്റ് ബ്രേക്സ് 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 ഓൺ ദ ഷെൽട്ടറിംഗ് ബാർസ് എന്നുള്ള ലൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വാട്ട് പിക്ചർ കംസ് ടു യുവർ മൈൻഡ് വെൻ യു റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം. ഈ പോയത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പിക്ചറാണ് മനസ്സിലേക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ലോൺലി ബേർഡ് ഫ്ലൈയിങ് അക്രോസ് ഹിൽസ് ആൻഡ് ടവേഴ്സ് അറ്റ് സൺറൈസ് സീച്ചിങ് ഫോർ എ പ്ലേസ് ടു ബി ബിലോങ്. എന്താണ്? ഒരു ഒറ്റയ്ക്കുള്ള ഒരു പക്ഷി ടവറുകളുടെയും ഹിൽസിന്റെയും ഒക്കെ മുകളിലൂടെ പറക്കുകയാണ് സൺറൈസിന്റെ സമയത്ത്, സൂര്യോദയത്തിന്റെ സമയത്ത്. എന്താണ്? ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലേസിന് വേണ്ടിയിട്ട് പറക്കുക. ആ പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. നെക്സ്റ്റ്, വാട്ട് ഡു യു തിങ്ക് ദ പോയം ഈസ് ട്രൈങ് ടു ടെൽ us. ഈ പോയം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദ പോയം ഷോസ് ഹൗ എ വുമൻസ് ഹാർട്ട് ഡ്രീംസ് ഓഫ് ഫ്രീഡം ആൻഡ് ഹോപ്പ് ബട്ട് ഓഫ്റ്റൻ ഫീൽസ് ട്രാപ്ഡ് ബൈ ലൈഫ്സ് ലിമിറ്റ്.
ഇത് ഒരു വുമൺ അവരുടെ എന്താണ് ഹാർട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഡ്രീം ചെയ്യാണ് എന്ത്, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും അതുപോലെ പ്രതീക്ഷകളും ഒക്കെ, അവരുടെ പ്രതീക്ഷകളും ഒക്കെയാണ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളൊക്കെ. പക്ഷേ ഈ സ്വപ്നത്തിനിടയിലും അവരുടെ ജീവിതത്തിന്റെ വരമ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലിമിറ്റുകൾക്കിടയിൽ ട്രാപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അതിൽ എന്താ പറയാ, അകപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ ഹൃദയം, അതാണ് നമുക്ക് ഈ പിക്ചർ ഈ പോം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിന്റെ മീനിങ്ങും പോയത്തിന്റെ മീനിങ്ങും ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്